fire and ice. I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഏകദേശം 12:30 മണി തൊട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് കാര്യമായിട്ട് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരുന്നു. ലഞ്ച് ഇതിപ്പോൾ തലേന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ അത്യാവശ്യം ഗ്രോസറി കുറേ ഐറ്റംസൊക്കെയാണ് ഇന്ന് ഷോപ്പ് ചെയ്യാൻ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഊണ് കഴിക്കുകയാണ്. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. വഴുതനങ്ങ തേങ്ങ അരച്ചൊരു കറിയുണ്ട്, പനീർ ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു അവിയൽ, പപ്പടം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മെനു എന്ന് പറയുന്നത്. ഊണൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണങ്ങിയതാണ്, വാഷ് ചെയ്തിട്ട് ഉണങ്ങി ഇരിക്കുന്ന പാത്രങ്ങളാണ്. ഇതൊക്കെ കബോർഡ്സിൽ അതായത് സ്ഥാനങ്ങളിലായിട്ട് പെറുക്കി വെക്കുകയാണ് ഞാൻ. എനിക്കിങ്ങനെ ഈ കൗണ്ടർ ടോപ്പിൽ പാത്രങ്ങൾ വരെ ഇങ്ങനെ നിരത്തി വെക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പരമാവധി കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം അതായത് സ്ഥാനത്ത് ഓരോ പാത്രങ്ങളും ഓരോ സെക്ഷനുണ്ട് എനിക്ക് വയ്ക്കുക. അപ്പോൾ അവിടെ ഞാൻ കറക്റ്റായിട്ട് അടുക്കി ഓരോ പാത്രങ്ങളും വയ്ക്കാറുണ്ട്. അപ്പോൾ എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Fire and ice. I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. ഈ സാധനങ്ങളൊക്കെ ഇന്നിപ്പോൾ പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കുകയാണ്. അപ്പോൾ പുതിയ പാക്കറ്റ്സ് എല്ലാം ഞാൻ ഒരു കബോർഡിലാക്കി വെക്കും. പിന്നെ പൊട്ടിച്ച എന്തെങ്കിലും പാക്കറ്റ് ഉണ്ടെങ്കിൽ ബാക്കി വന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു കബോർഡിലാണ് വെക്കുന്നത്. അപ്പോൾ എടുക്കാൻ എളുപ്പമാണ്. അപ്പം ഏതൊക്കെയാണ് പുതിയ പാക്കറ്റ്സിൽ എന്തൊക്കെ പുതിയതായിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പരിപ്പ്, കുറച്ച് നട്ട്സ്, ഇതൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഈ കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ നട്ട്സൊക്കെ ഇരുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 പ്രാവശ്യമൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേ വാഷ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് അതിലേക്ക് പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് വയ്ക്കുകയാണ്. Fire and ice. I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed and I'm stuck in your head. One day when you realize. നട്ട്സിൽ ബദാമും അതുപോലെ തന്നെ പംകിൻ സീഡുമാണ് മേടിച്ചത്. പിന്നെ ഡേറ്റ്സ് മേടിച്ചു. ഡേറ്റ്സ് എല്ലായ്പ്പോഴും കാണും. പിന്നെ ചിലത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വാങ്ങാറുണ്ട്. ചിലപ്പോൾ കാഷ്നട്ട് ആയിരിക്കും, ചിലപ്പോൾ മറ്റേ ലോട്ടസ് സീഡായിരിക്കും. അങ്ങനെ മാറ്റി മാറ്റി വാങ്ങിക്കാറുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെക്കുകയാണ്. Fire and ice. I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed and I'm stuck in your head. One day when you realize that it's really over. One day. ഇതിപ്പോൾ ഞാൻ പുറത്ത് പോയപ്പം മേടിച്ചൊരു ചെരുപ്പാണ്. അത്യാവശ്യം ഹീലുള്ള
ചെരുപ്പാണ്. അപ്പം ഞാനിങ്ങനെ ഹീൽസ് വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ കാലമായി ഇങ്ങനെ ഹീൽസ് യൂസ് ചെയ്തിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അങ്ങനെ അധികം ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ടില്ല. കൂടുതലും ഫ്ലാറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇത് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു ഫംഗ്ഷനുണ്ട്, ഈ ആഴ്ച ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് സാരിയിട്ട് ഉടുക്കാൻ ഒരു ഹീലുള്ളൊരു ചെരുപ്പ് വേണമായിരുന്നു. പിന്നെ ഈ ഒരു സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. ഇതും ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണ്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നല്ല അടിപൊളി ഒരു കളറാണ്. ബ്ലൗസ് ഞാൻ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിളായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സാരി. അപ്പോൾ ഇത് ഉടുത്തിട്ടുള്ള ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ സൈഡിൽ കൊടുത്തേക്കാം. സാരി സ്റ്റൈൽ ചെയ്ത് റെഡി ആയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ തോർന്ന് അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഞാൻ ചായ ഇടാൻ പോവാണ്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to... അപ്പോൾ ഇതാണ് ഇന്ന് ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു സ്നാക്ക്. ചെറുതായിട്ട് ഇങ്ങനെ കുറിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണും വീട്ടിൽ. അപ്പോൾ അത് ഞാനൊരു ടിന്നിലേക്ക് ആക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ മധുരത്തിന് ഷുഗർ യൂസ് ചെയ്യാറില്ല. പകരം ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ശർക്കര പൊടി, ഈ പൊടിയായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിക്കുന്നത്. ഇതാകുമ്പം ദോഷമൊന്നുമില്ലല്ലോ, ശർക്കരയിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം തിളപ്പിക്കും. അതിനുശേഷം അതിലേക്ക് ശർക്കര ചേർത്ത് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കും. ഇനി ഞാൻ പാല് ചൂടാക്കിയിട്ട് അതിലേക്കാണ് തേയില ചേർക്കുന്നത്. തേയില ഇട്ടിട്ട് ഞാനങ്ങനെ തിളപ്പിക്കാറില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ തേയില ഇട്ട് ഇങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ ആ തേയിലയുടെ ഗുണം പോവും. പിന്നെ ഭയങ്കര കടുപ്പവും. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed and I'm stuck in your head. One day when you realize that it's really over. One day. ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ എക്സസൈസ് ചെയ്യാൻ പോവും. ആദ്യം വാമപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് വയറിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും അതുപോലെ തന്നെ കൈക്ക് ഷോൾഡർ, ചെസ്റ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ എന്ത് എക്സസൈസ് ചെയ്താലും അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉളുക്ക് വീഴാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാമപ്പ് ചെയ്യുക. അപ്പോൾ ഇത് വയറിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. അങ്ങനെ വയറിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സസൈസൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കൈകളിലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ്, ഷോൾഡർ ഇതിനൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള എക്സസൈസാണിത്. Fire and ice, I put it all on the line.
പിന്നെ ഞാൻ ഡംബൽ വെയിറ്റും എടുക്കാറുണ്ട്. അപ്പോൾ ഇതും കൈകളിലെ ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കൈയൊക്കെ കുറച്ചൊന്ന് ടോൺ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇത്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed and I'm stuck in your head. One day when you realize that it's really over. One day. അങ്ങനെ എൻ്റെ ഇന്നത്തെ എക്സസൈസൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം വിയർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഹെയറും ഇന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തലയൊക്കെ നന്നായിട്ട് വിയർത്തതാണ്. വിയർപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ഡാൻഡ്രഫൊക്കെ വരും. അത് കാരണം ഞാൻ ഹെയറും വാഷ് ചെയ്തു. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സന്ധ്യ നേരമാണ്. പുറത്തൊക്കെ നിങ്ങൾക്ക് ലൈറ്റ്സ് കാണാം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിൽക്കും. അങ്ങനെ വിളക്ക് കത്തിക്കാനുള്ള സമയമായി. വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി രാത്രിത്തേക്ക് എന്തെങ്കിലും ഡിന്നർ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.